ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ അടിപൊളി ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി നാടൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ 1 കിലോ ബീഫ് എടുത്തേക്കാണ്. നല്ലോണക്കും കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ തനി നാടൻ ബീഫ് കറി വെക്കാനെ കൊണ്ട് ചട്ടി വെച്ച് കൊടുത്തേക്കാണ്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുവറക്കുകയാണ്. ഞാൻ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണേ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ചടപടാന്ന്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കൊച്ചുള്ളി, ഒരു 5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി ഫ്ലെയിം കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് 4 സവാള അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞാണ്. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം വഴറ്റണം. അപ്പോൾ സവാള ഇട്ട് നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 15 എണ്ണം ഇട്ടാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നാടൻ രീതി ചെയ്യുന്നതുകൊണ്ട് ഈ കൊച്ചുള്ളിയുടെ ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ ഒരു 15 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നടുകനെ കീറിയതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും സവാളയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തേക്കാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ പൊടി ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് മഞ്ഞപ്പൊടിയിൽ നിന്ന് തുടങ്ങാം. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി കാശ്മീരിയാണ് ഞാൻ എടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മതി. ഇത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഫ്ലെയിം കുറച്ചാണ് വെച്ചത്, അല്ലെ ഇത് കരിഞ്ഞു പോവും. നമുക്കിനിയിപ്പം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലോണം ഇളക്കണം. ഇപ്പോൾ നമ്മുടെ ഈ പൊടിവർഗത്തിൻ്റെയൊക്കെ ആ പച്ച മണം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിവർഗ്ഗങ്ങളൊക്കെ നല്ലോണം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കരിച്ചിട്ടില്ല, മൂപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തു. ബീഫ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടി കൂട്ടി മിക്സ് ചെയ്യണം. നമ്മുടെ മസാലയും ബീഫുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവണം. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ ബീഫ് അരപ്പിനകത്തിട്ട് ഇളക്കുകയാണ്.
അപ്പോൾ നമ്മളിത് ബീഫ് അടിപൊളിയായിട്ട് നമ്മുടെ മസാലയായിട്ട് ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 1/2 ജാറ് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ദേ നമ്മൾ അടിപൊളിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ കറി ദേ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കണം. അടിപൊളിയായിട്ട് ദേ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ചാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് അത് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കണം, നല്ല ചാറ് വേണം. അത് നമ്മൾ വെള്ളം എത്രത്തോളം ചേർക്കുന്നോ അതിനനുസരിച്ചിരിക്കും. ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 1/2 മണിക്കൂർ ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ ബീഫ് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ മൊത്തം അടിപൊളി മണമാണ്. തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല നാടൻ ബീഫ് കറിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വാങ്ങാം. ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട. നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. തീ ഓഫാക്കുക. ഇപ്പം ചട്ടി പിടിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളും. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് കൂടെ കഴിക്കാനെ കൊണ്ട് കുറച്ച് കപ്പ വേവിച്ചതും കൂടിയുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ നമ്മുടെ കപ്പ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ടൊരു ബീഫ് കഷ്ണം വെച്ചിട്ട് ചാറുമായിട്ട് അങ്ങോട്ട് എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി, അന്യായം, എന്താ പറയാനോന്ന് അറിയത്തില്ല. കപ്പയും ബീഫും അല്ലെങ്കിൽ ഒടുക്കലുള്ള കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം മറക്കാതെ കപ്പയും ബീഫും വെച്ച് കഴിച്ചു നോക്കണം. അന്യായ ടേസ്റ്റാണ്. അരപ്പൊക്കെ കിടിലമാണ്. നമ്മൾ തനി നാടൻ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.